മന്ത്രിസഭ അറിയാതെ കേരളത്തിലെ 33 എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അനുമതി നൽകിയെന്ന് അൽഫോൻസ് കണ്ണന്താനം. നായനാർ സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായിരിക്കെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പി.ജെ. ജോസഫിന്റെ അനുമതിയോടുകൂടിയാണ് എൻഒസി നൽകിയതെന്ന് അൽഫോൻസ് കണ്ണന്താനം മീഡിയ വണ്ണിനോട് പറഞ്ഞു. ദ വിന്നിംഗ് ഫോർമുല 52 വേസ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്ന പുസ്തകത്തിലാണ് അൽഫോൻസിന്റെ വെളിപ്പെടുത്തൽ. മന്ത്രിസഭ അറിയാതെയാണ് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് എൻഒസി നൽകിയതെന്നാണ് വെളിപ്പെടുത്തൽ. വിഷയം മന്ത്രിസഭയിലെത്തിയാൽ വലിയ എതിർപ്പുണ്ടാകുമെന്നതിനാൽ കോവളം ഗസ്റ്റ് ഹൌസിൽ രഹസ്യയോഗം ചേർന്നു. ഒടുവിൽ മുഖ്യമന്ത്രി നായനാർ വിവരമറിഞ്ഞപ്പോൾ അൽഫോൺസിനെതിരെ നടപടിയെടുത്താൽ താൻ രാജിവെക്കുമെന്ന് പി.ജെ. ജോസഫ് ഭീഷണി മുഴക്കിയതിനാലാണ് നടപടി ഒഴിവായതെന്നും കണ്ണന്താനം വിശദീകരിക്കുന്നു. ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ പി.ജെ. ജോസഫ് സാർ അദ്ദേഹം മന്ത്രിയായിരുന്നത് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഏതാണ്ട് 2 ലക്ഷം പിള്ളേർ പുറത്തുപോയി പഠിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രശ്നമുണ്ട്, ഇതൊന്നും നടക്കൂല. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാനങ്ങനെ അപ്രൂവൽ കൊടുത്തേക്കാം, മന്ത്രിയുടെ അനുവാദത്തോടു കൂടി കൊടുത്തേക്കാം. എങ്ങനെയോ മുഖ്യമന്ത്രി നായനാർ ഇതിനെപ്പറ്റി അറിഞ്ഞു. അദ്ദേഹം അത് മന്ത്രിസഭയിൽ കൊണ്ടുവന്നു. എന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പി.ജെ. ജോസഫ് സാർ പറഞ്ഞു ചെയ്താൽ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങ് എൻ്റെ സസ്പെൻഷൻ അങ്ങ് മാറ്റിവെച്ചു. അപേക്ഷിച്ച 33 കോളേജുകളിൽ 13 കോളേജുകൾക്കും ആദ്യഘട്ടത്തിൽ അനുമതി ലഭിച്ചു. 13 എണ്ണം മാത്രമേ AICT അനുമതി നൽകിയുള്ളൂ ആദ്യത്തെ വർഷം. പിന്നെയാണ് ബാക്കി കോളേജുകൾക്കൊക്കെ അനുമതി വരുന്നത്. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. വാഴക്കുളത്തെ കോളേജിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, വാഴക്കുളത്തെ അവിടുത്തെ രൂപതയുടെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അപ്പോൾ എല്ലാ സമൂഹത്തിലുള്ള ആൾക്കാരുടെയും കോളേജുകളുണ്ടായിരുന്നു. ഞാൻ കൃത്യം പേരുകൾ ഞാൻ ഓർക്കുന്നില്ല. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും അൽഫോൺസ് കണ്ണന്താനം പറയുന്നു. അന്ന് ഭരണപക്ഷത്തായിരുന്ന പി.ജെ. ജോസഫ് ഇന്ന് പ്രതിപക്ഷത്തായതിനാൽ ഭരണ പ്രതിപക്ഷങ്ങളെ ഒരുപോലെ പ്രതിരോധത്തിലാക്കുകയാണ് കണ്ണന്താനത്തിന്റെ വെളിപ്പെടുത്തൽ. ഡൽഹിയിൽ നിന്നും സജു തോമസ്, മീഡിയ 1.